നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അമേരിക്കൻ താരിഫുകൾ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തും. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില ഉയരുമെന്ന് CTI. US താരിഫ് മൂലധന ചെലവുകളെ ബാധിക്കും. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ഉയർന്ന ചെലവുകളും വ്യവസായത്തെ തളർത്തുമെന്ന് ക്രിസിൽ. രത്നം ആഭരണ കയറ്റുമതിക്കാർ US ഇതര വിപണിയിലേക്ക് മാറുന്നു. താരിഫ് ആഘാതം ലഘൂകരിക്കുന്നതിന് പശ്ചിമേഷ്യ, UK, യൂറോപ്പ് എന്നിവിടങ്ങളാണ് കയറ്റുമതിക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ധനകാര്യ സ്ഥാപനങ്ങളുടെ ചില്ലറ വായ്പകളിലേക്കുള്ള മാറ്റം ഉപഭോക്തൃ താൽപര്യം വർദ്ധിപ്പിച്ചു. റീറ്റെയിൽ, കാർഷിക വായ്പകൾ എന്നിവ വർദ്ധിച്ചുവെന്ന് റിപ്പോർട്ട്. വ്യക്തിഗത ആദായ നികുതി പിരിവ് കോർപ്പറേറ്റ് നികുതിയെ മറികടന്നു. നികുതിദായകരുടെ എണ്ണം 53.8 ദശലക്ഷത്തിൽ നിന്നും 99.2 ദശലക്ഷമായി ഉയർന്നു. വാർത്തകൾ വിശദമായി. അമേരിക്കൻ താരിഫുകൾ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തും. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 35% വരെ വില ഉയരുമെന്നും CTI. അമേരിക്ക ഏർപ്പെടുത്തിയ 50% താരിഫ് പ്രധാന ഇന്ത്യൻ വ്യവസായങ്ങളെ തകർക്കുമെന്നും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ഉപജീവന മാർഗത്തിനു ഭീഷണിയാകുമെന്നും ചൂണ്ടിക്കാട്ടി ചേംബർ ഓഫ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി. 50% US താരിഫ് ഇന്ത്യയുടെ തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ഓട്ടോ ഘടകങ്ങൾ, രാസവസ്തുക്കൾ, ഫാർമ, സീഫുഡ്, ഇലക്ട്രോണിക്സ്, മറ്റു മേഖലകൾ എന്നിവയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് CTI ചെയർമാൻ ബ്രിജേഷ് ഗോയൽ പറഞ്ഞു. വർദ്ധിപ്പിച്ച താരിഫ് കാരണം അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 35% വരെ വില കൂടുതലായിരിക്കുമെന്നും ഇത് വാങ്ങുന്നവരെ പിന്തിരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CTIയുടെ അഭിപ്രായത്തിൽ താരിഫ് വർധനവ് $48 ബില്യൺ മൂല്യമുള്ള ഇന്ത്യൻ കയറ്റുമതിയെ ബാധിച്ചേക്കാം. 90,000 കോടി രൂപയുടെ രത്ന ആഭരണ കയറ്റുമതിയും ഇന്ത്യയുടെ കുതിച്ചുയരുന്ന ഇലക്ട്രോണിക്സ് കയറ്റുമതിയും കടുത്ത ഭീഷണിയിലാണ്. നേരത്തെ 10% താരിഫ് നേരിട്ട ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ 50% താരിഫ് ചുമത്തും. ഇത് വാങ്ങുന്നവരുടെ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കും. കഴിഞ്ഞ വർഷം 92,000 കോടി രൂപയുടെ ഔഷധ കയറ്റുമതി ഉണ്ടായിരുന്നു. ഇതിനും തടസ്സങ്ങൾ നേരിടേണ്ടി വരും. മുമ്പ് US ഡ്യൂട്ടി ഫ്രീയിൽ ലഭിച്ചിരുന്ന മരുന്നുകൾക്ക് ഇപ്പോൾ 50% കൂടുതൽ വില നൽകേണ്ടി വരും. ഇത് വിയറ്റ്നാം പോലുള്ള മറ്റ് വിതരണക്കാരെ അപേക്ഷിച്ച് ഇന്ത്യൻ ഔഷധ സ്ഥാപനങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US താരിഫ് മൂലധന ചെലവുകളെ ബാധിക്കും. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ഉയർന്ന ചെലവുകളും വ്യവസായത്തെ തളർത്തുമെന്നും ക്രിസിൽ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% ഉയർത്തിയിരിക്കുന്ന US താരിഫുകൾ ഈ വർഷം സ്വകാര്യ മൂലധന ചെലവുകൾ കുറയ്ക്കുമെന്ന് റേറ്റിംഗ് സ്ഥാപനമായ ക്രിസിൽ മുന്നറിയിപ്പ് നൽകി. ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ആഭ്യന്തര ചെലവ് സമ്മർദ്ദങ്ങളും ബിസിനസ് വികാരത്തെ ബാധിച്ചിട്ടുണ്ടെന്നും റേറ്റിംഗ് ഏജൻസി പറഞ്ഞു. UK-യുമായുള്ളതുപോലെയുള്ള വ്യാപാര കരാറുകൾ ഗുണകരമാകുമെന്ന് ക്രിസിൽ അഭിപ്രായപ്പെട്ടു. റഷ്യൻ എണ്ണ വാങ്ങുന്നതുകൊണ്ട് ഇന്ത്യക്കുമേൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ 25% അധിക താരിഫ് നിലവിൽ വന്നു. ഇത് ഇന്ത്യക്കുമേൽ ചുമത്തിയ മൊത്തം താരിഫ് 50%. റിപ്പോർട്ട് അനുസരിച്ച് ആരോഗ്യകരമായ കോർപ്പറേറ്റ് ബാലൻസ് ഷീറ്റുകൾ പുതിയ നിക്ഷേപങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും വർദ്ധിപ്പിച്ച താരിഫ് ബിസിനസ് വികാരങ്ങളെ ബാധിക്കാൻ ഇടയുണ്ട്. ഇന്ത്യക്കുമേലുള്ള US താരിഫ് ബംഗ്ലാദേശ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ എന്നിവയേക്കാൾ കൂടുതലാണ്. മാക്രോ എക്കണോമിക് പാരാമീറ്ററുകൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സ്വകാര്യ മേഖലയെ പിന്നോട്ടടിക്കുന്നത് ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളാണെന്ന് റിപ്പോർട്ട് പറയുന്നു. പഠനമനുസരിച്ച് UK-യുമായി ഉണ്ടാക്കിയതുപോലുള്ള പുതിയ വ്യാപാര കരാറുകളും കോർപ്പറേറ്റ് നിക്ഷേപങ്ങളും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രത്ന ആഭരണ കയറ്റുമതിക്കാർ US ഇതര വിപണിയിലേക്ക് മാറുന്നു. താരിഫ് ആഘാതം ലഘൂകരിക്കുന്നതിന് പശ്ചിമേഷ്യ, UK, യൂറോപ്പ് എന്നിവിടങ്ങളാണ് കയറ്റുമതിക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്ത്യൻ രത്ന ആഭരണ കയറ്റുമതിക്കാർക്ക് US രണ്ടാമത്തെ വലിയ വിപണിയാണ്. താരിഫിനെ തുടർന്ന് പശ്ചിമേഷ്യ, UK, യൂറോപ്പ് എന്നിവിടങ്ങളിലെ ബദൽ വിപണികളിലേക്ക് നീങ്ങാൻ രത്ന ആഭരണ വ്യവസായം പദ്ധതിയിടുന്നു. ആഗോള സാമ്പത്തിക മാന്ദ്യവും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ഇതിനകം ഈ വ്യവസായത്തെ ബാധിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുത്ത രാജ്യങ്ങളിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും പുതിയ ഓർഡറുകൾ ആകർഷിക്കുന്നതിനുമായി സർക്കാർ പിന്തുണ തേടിയിട്ടുണ്ട് എന്ന് വ്യവസായ വൃത്തങ്ങൾ പറയുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ വ്യവസായം US-ലേക്ക് $10 ബില്യൺ മൂല്യമുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്തു.
UAE-യിൽ 10% മാത്രമേ തീരുകയുള്ളൂ. എന്നാൽ ഇവിടേക്കുള്ള മാറ്റം ലളിതമല്ലെന്നും ദീർഘകാല ചെലവുകളും ആനുകൂല്യങ്ങളും ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ടതുണ്ടെന്നും വിപണി വൃത്തങ്ങൾ പറയുന്നു. വരാനിരിക്കുന്ന ഉത്സവ സീസൺ ആഭ്യന്തര ആവശ്യം വർദ്ധിപ്പിക്കുമെന്നും US കർശനമായ താരിഫ് മൂലമുള്ള പ്രശ്നങ്ങളെ ഇത് ലഘൂകരിക്കുമെന്നും മേഖല പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ധനകാര്യ സ്ഥാപനങ്ങളുടെ ചില്ലറ വായ്പകളിലേക്കുള്ള മാറ്റം ഉപഭോക്തൃ താൽപര്യം വർദ്ധിപ്പിച്ചു. റീറ്റെയിൽ, MSME, കാർഷിക വായ്പകൾ എന്നിവ വർദ്ധിച്ചുവെന്നും റിപ്പോർട്ട്. ചില്ലറ വായ്പകളിലേക്കുള്ള സാമ്പത്തിക വിപണികളിലെ തുടർച്ചയായ മാറ്റം വായ്പകളോടുള്ള ഉപഭോക്തൃ താൽപര്യം വർദ്ധിപ്പിച്ചതായി JM ഫിനാൻഷ്യൽസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ 2 ദശകങ്ങളിലായി വായ്പകൾ മാറ്റം വന്നിട്ടുണ്ട്. ബാങ്കുകളും ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികളും ഇതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ചില്ലറ വായ്പകളിലേക്കുള്ള തുടർച്ചയായ മാറ്റം ഉപഭോക്തൃ ലിവറേജിൽ വർധനവിന് കാരണമാകുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു. 2000-നും 2010-നും ഇടയിൽ ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയ്ക്ക് ശക്തമായ വളർച്ചയുടെയും ഉൽപ്പന്ന നവീകരണത്തിന്റെയും കാലമായിരുന്നു. ഈ കാലയളവ് റീറ്റെയിൽ ബാങ്കിങ്ങിന്റെ ആവിർഭാവത്തിനും വികാസത്തിനും കാരണമായി. ഭവന വായ്പകൾ, ബിസിനസ് വായ്പകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വ്യാപകമായി. 2010-നും 2015-നും ഇടയിൽ വെല്ലുവിളികൾ നിറഞ്ഞ വർഷങ്ങളായിരുന്നു. കോർപ്പറേറ്റ് വ്യവസായങ്ങളുടെ ഒരു പ്രധാന ഭാഗം നിഷ്ക്രിയാസ്തിയായി മാറിയതിനാൽ ഈ മേഖല മാന്ദ്യം അനുഭവിച്ചു. 2015-ന് ശേഷം റീറ്റെയിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്ന MSMEകൾ, കാർഷിക വായ്പകൾ എന്നിവയിൽ ഫണ്ടിങ്ങിനുള്ള ആവശ്യം ശക്തമായി വർദ്ധിച്ചുവെന്ന് റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വീണ്ടും വാർത്തകളിലേക്ക്. വ്യക്തിഗത ആദായ നികുതി പിരിവ് കോർപ്പറേറ്റ് നികുതിയെ മറികടന്നു. നികുതിദായകരുടെ എണ്ണം 53.8 ദശലക്ഷത്തിൽ നിന്നും 99.2 ദശലക്ഷമായി ഉയർന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി വ്യക്തിഗത ആദായ നികുതി പിരിവ് കോർപ്പറേറ്റ് നികുതികളെ മറികടന്നു. ഇത് രാജ്യത്തിന്റെ നേരിട്ടുള്ള നികുതി ഘടനയിൽ മാറ്റത്തെ സൂചിപ്പിക്കുന്നുവെന്ന് JM ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്യൂരിറ്റീസ് റിപ്പോർട്ട് പറയുന്നു. നേരിട്ടുള്ള നികുതികളിൽ വ്യക്തിഗത ആദായ നികുതിയുടെ വിഹിതം 2014 സാമ്പത്തിക വർഷത്തിലെ 38.1% നിന്നും 2024 സാമ്പത്തിക വർഷത്തിൽ 53.4% കുത്തനെ ഉയർന്നു. അതേസമയം കോർപ്പറേറ്റ് നികുതികൾ അതേ കാലയളവിൽ 61.9% നിന്നും 46.6% കുറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ നേരിട്ടുള്ള നികുതി വ്യവസ്ഥ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. വ്യക്തിഗത ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം 2.3 മടങ്ങ് വർദ്ധിച്ചു. 2014 സാമ്പത്തിക വർഷത്തിൽ 30.5 ദശലക്ഷത്തിൽ നിന്നും 2023 സാമ്പത്തിക വർഷത്തിൽ 69.7 ദശലക്ഷമായി. റിട്ടേൺ സമർപ്പിക്കാതെ TDS വഴി നികുതി അടയ്ക്കുന്നവരെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ നികുതിദായകരുടെ എണ്ണം 53.8 ദശലക്ഷത്തിൽ നിന്നും 99.2 ദശലക്ഷമായി. വികസിത സമ്പദ് വ്യവസ്ഥകളിലെ ഏകദേശം 50%മായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യയുടെ 6.9% മാത്രമാണ് ഇപ്പോഴും ആദായ നികുതി അടയ്ക്കുന്നത്. സ്രോതസ്സിൽ നിന്നും കിഴിച്ച നികുതി പിരിവുകൾ 2014 സാമ്പത്തിക വർഷത്തിൽ 2.5 ട്രില്യൺ രൂപയിൽ നിന്നും 2024 സാമ്പത്തിക വർഷത്തിൽ ഇരട്ടിയിലധികം വർദ്ധിച്ച് 6.5 ട്രില്യൺ രൂപയായി. അതേസമയം മുൻകൂർ നികുതി പേയ്മെന്റുകൾ 2.9 ട്രില്യൺ രൂപയിൽ നിന്നും 12.8 ട്രില്യൺ രൂപയായി. മൊത്തം നേരിട്ടുള്ള നികുതിയുടെ പകുതിയിലധികവും ഇപ്പോൾ TDSഉം മുൻകൂർ നികുതി പേയ്മെന്റുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില 3/4 ലക്ഷം കടന്നു. പവന് 280 രൂപ വർദ്ധിച്ചു. വില 75,120 രൂപയായി. സ്വർണം ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 9,390 രൂപയിലും എത്തി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 30 രൂപ ഉയർന്ന് 7,710 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 126 രൂപയാണ് വിപണിയിൽ നിരക്ക്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.